കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാവിവരണം രചിച്ചത് എസ്.കെ. പൊറ്റേക്കാട്ടാണ്. കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാവിവരണം രചിച്ചത് എസ്.കെ. പൊറ്റേക്കാട്ട് ആണ്. സഭാപ്രവേശം ഏത് തുള്ളൽ വിഭാഗത്തിൽപ്പെടും? ഉത്തരം പറയൻ. സഭാപ്രവേശം ഏത് തുള്ളൽ വിഭാഗത്തിൽപ്പെടും? ഉത്തരം പറയൻ. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ മുഖപത്രം ഗ്രന്ഥാലോകം. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ മുഖപത്രം ഗ്രന്ഥാലോകം. ഗജാശ്വരഥങ്ങൾ എന്നതിലെ സമാസം ദ്വന്ദ്വനാണ്. ഗജാശ്വരഥങ്ങൾ എന്നതിലെ സമാസം ദ്വന്ദ്വനാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം എന്ന കൃതിയുടെ കർത്താവ് ഡോക്ടർ പി.കെ. ഗോപാലകൃഷ്ണനാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം എന്ന കൃതിയുടെ കർത്താവ് ഡോക്ടർ പി.കെ. ഗോപാലകൃഷ്ണനാണ്. മൃത്യുഞ്ജയം കാവ്യജീവിതം കുമാരനാശാൻ്റെ ജീവിതം വിവരിക്കുന്ന ഈ കൃതിയുടെ കർത്താവ് എം.കെ. സാനുവാണ്. മൃത്യുഞ്ജയം കാവ്യജീവിതം കുമാരനാശാൻ്റെ ജീവിതം വിവരിക്കുന്ന ഈ കൃതിയുടെ കർത്താവ് എം.കെ. സാനുവാണ്. ആദ്യത്തെ ചരിത്രനാടകം എന്നറിയപ്പെടുന്നത് സീതാലക്ഷ്മിയാണ്. ആദ്യത്തെ ചരിത്രനാടകം എന്നറിയപ്പെടുന്നത് സീതാലക്ഷ്മിയാണ്. വള്ളത്തോളിൻ്റെ ജീവിതം പ്രമേയമാക്കി അനിൽ വള്ളത്തോൾ രചിച്ച നോവൽ നിർനിമേഷമായി നിൽക്ക എന്നതാണ്. വള്ളത്തോളിൻ്റെ ജീവിതം പ്രമേയമാക്കി അനിൽ വള്ളത്തോൾ രചിച്ച നോവൽ നിർനിമേഷമായി നിൽക്ക എന്നതാണ്. മലയാള ലിപികൾ മാത്രം ഉപയോഗിച്ച് ആദ്യമായി അച്ചടിച്ച കൃതി കേരളാരാമം ആണ്. മലയാള ലിപികൾ മാത്രം ഉപയോഗിച്ച് ആദ്യമായി അച്ചടിച്ച കൃതി കേരളാരാമമാണ്. വൃത്താന്ത പത്രപ്രവർത്തനം ആരുടെ കൃതിയാണ്? ഉത്തരം രാമകൃഷ്ണപിള്ള. വൃത്താന്ത പത്രപ്രവർത്തനം ആരുടെ കൃതിയാണ്? ഉത്തരം രാമകൃഷ്ണപിള്ള. ഏറ്റവും പഴക്കം ചെന്ന ദ്രാവിഡ ഭാഷ തമിഴാണ്. ഏറ്റവും പഴക്കം ചെന്ന ദ്രാവിഡ ഭാഷ തമിഴാണ്. മലയാളത്തിലെ ആദ്യത്തെ വനിതാ നോവലിസ്റ്റ് ജെ പാറുക്കുട്ടിയമ്മയാണ്. മലയാളത്തിലെ ആദ്യത്തെ വനിതാ നോവലിസ്റ്റ് ജെ പാറുക്കുട്ടിയമ്മയാണ്. എസ്.കെ. പൊറ്റേക്കാട്ടിൻ്റെ അപ്രകാശിത കൃതി നോർത്ത് അവന്യൂ ആണ്. എസ്.കെ. പൊറ്റേക്കാട്ടിൻ്റെ അപ്രകാശിത കൃതി നോർത്ത് അവന്യൂ ആണ്. സർപ്പപ്പാട്ട് ഏത് വിഭാഗത്തിൽപ്പെടും? ഉത്തരം അനുഷ്ഠാനപ്പാട്ടുകൾ. സർപ്പപ്പാട്ട് ഏത് വിഭാഗത്തിൽപ്പെടും? ഉത്തരം അനുഷ്ഠാനപ്പാട്ടുകൾ. വഞ്ചിപ്പാട്ട് വൃത്തം എന്നറിയപ്പെടുന്നത് നതോന്നതയാണ്. വഞ്ചിപ്പാട്ട് വൃത്തം എന്നറിയപ്പെടുന്നത് നതോന്നതയാണ്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികൾക്കായി പ്രസിദ്ധീകരിക്കുന്ന ആനുകാലികം തളിരാണ്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികൾക്കായി പ്രസിദ്ധീകരിക്കുന്ന ആനുകാലികം തളിരാണ്. എ.ആറിൻ്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ എഴുതിയ മഹാകാവ്യം പ്രരോദനമാണ്. എ.ആറിൻ്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ എഴുതിയ മഹാകാവ്യം പ്രരോദനമാണ്.